everyone, welcome back to Asylum Learning. It's me, Jamshad. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണാൻ വന്നിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റാക്കാം. 10 പോയിന്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചാപ്റ്ററും പറയും. എന്തിനാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ സമ്മറി മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം ഇതാണ് 5 മാർക്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടോടാ, വെലാസ്കോ ദ മെയിൻ ക്യാരക്ടർ സ്റ്റോറി ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ ഹാസ് ടു സ്ട്രഗിൾ എ ലോട്ട് ഇൻ ദ സീ ടു സർവൈവ്. റൈറ്റ് എ പാരഗ്രാഫ്. നിങ്ങളോട് പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് വെലാസ്കോക്ക് അവിടെ കടലുണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വെലാസ്കോക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനെ കൂടാതെ അവർ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് വെച്ചിട്ട് 5 മാർക്കിന് പിന്നെ മറ്റൊരു പാരഗ്രാഫ് ചോദിച്ചേക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അവനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നിട്ട് മറ്റൊരു ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ. ഏത് എഴുതുകയാണെങ്കിലും ആ സമ്മറി പഠിച്ചു വെക്കണ്ടേ. അങ്ങനെ 5 മാർക്കിനും 4 മാർക്കിനും 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ ഈ സമ്മറി പഠിച്ചിരിക്കണം. സോ ആ സമ്മറി വിത്തിൻ 10 പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അവസാനം വരെ കണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറന്നു പോരുത്. നോക്കാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സഡൻ പെട്ടെന്ന് ഷിപ്പ്‌റെക്ക്ഡ് ഉണ്ടായി. The narrator finds himself alone in the middle of the ocean after the ship suddenly sinks. കപ്പൽ പെട്ടെന്ന് മുങ്ങിയ സമയത്ത് ഇങ്ങനെ അവിടെ ഒറ്റക്കായിരുന്നു. മോൺസ്റ്റർ ലീവിംഗ് നോ ട്രേസ് എക്സെപ്റ്റ് ഫോർ ദ സ്കാറ്റേർഡ് കാർഗോ. ഒരടയാളവും ഇല്ല. ഇവിടെ ഒരു കപ്പൽ മുങ്ങി എന്നുള്ളതിനെ പറ്റി ഒരടയാളവും ഇല്ല. കുറച്ച് കാർഗോ അങ്ങനെ സ്കാറ്റേർഡ് ആയി കിടക്കുന്നുണ്ട്, ചിതറൊക്കെ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഗ്രാബിംഗ് എ ക്രേറ്റ്. ഒരു തക്കാളിപ്പെട്ടി അല്ലെങ്കിൽ വുഡൻ ക്രേറ്റ് പിടിക്കുന്നതാണത്. ഹി ഗ്രാബ്സ് ഹോൾഡ് ഓഫ് എ ഫ്ലോട്ടിംഗ് ക്രേറ്റ് ആൻഡ് റിയലൈസസ് ഹി ഈസ് ഇൻ അലോൺ. അതർ സെയിലേഴ്സ് ആർ നിയർ ബൈ. അങ്ങനെ അത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു സൗണ്ട് ഇട്ട് ഫാട്സോ ഒന്നുമില്ലേ, അങ്ങനെ അടുത്ത ആളുണ്ടെന്ന് മനസ്സിലായി. സ്ട്രഗ്ലിംഗ് ടു സ്റ്റേ അഫ്ലോട്ട്. അങ്ങനെ അഫ്ലോട്ട് ആയി നിൽക്കാൻ വേണ്ടിയിട്ട്, ഒഴുകി നടക്കാൻ വേണ്ടിയിട്ട്, മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ സ്പോട്ടിംഗ് ദ റാഫ്റ്റ് കണ്ടെത്തിയടാ. ബോട്ട് കണ്ടെത്തി, അതായത് ചെറിയൊരു വള്ളം. The narrator notices 2 life rafts appear on a wave. ഈ ഒരു തിരമാലന്റെ മുകളിൽ ഇങ്ങനെ വരുന്ന സമയത്ത്, വേവ്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ റാഫ്റ്റ് കണ്ടെത്തി. ആൻഡ് ഡിസൈഡഡ് ടു സ്വിം ടുവാർഡ്സ് എ ക്ലോസർ വൺ. അതിന് ഏറ്റവും അടുത്തുള്ളതിലേക്ക് ഇങ്ങനെ നീന്തി അവിടേക്ക് എത്താൻ നോക്കി. ബോർഡിംഗ് ദ റാഫ്റ്റിലേക്ക് കയറി മച്ചന്മാരെ. ആൻഡ് ആഫ്റ്റർ ഡിഫിക്കൽട്ട് സ്വിം, കുറച്ച് മെനക്കെട്ട് സ്വിം ചെയ്തതിനു ശേഷം ഈ മാനേജ് ടു ക്ലൈംബ് aboard the life റാഫ്റ്റിലേക്ക് കയറാൻ അവന് കഴിഞ്ഞു. ആൻഡ് സ്ട്രഗ്ലിംഗ് വിത്ത് ദ വേവ്സ് ആൻഡ് വിൻഡ്. കാറ്റിനോടും അതുപോലെ തന്നെ തിരമാലയോടും പൊരുതിയിട്ട് അദ്ദേഹം അതിലെത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ, സീയിങ് ഹിസ് മേറ്റ്സ്. അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ കഴിഞ്ഞു. എങ്ങനെ? അവന്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സിനെ. The narrator spots 3 of his shipmates. ആരൊക്കെയാ? കാബെല്ലോ ഉണ്ട്, കാസിലോ ഉണ്ട്, റെഞ്ചിഫോ ഉണ്ട്. റാഫ്റ്റിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരാളുടെ ഹെരേര, അദ്ദേഹം കുറച്ച് ദൂരെയാണുള്ളത്. റെഞ്ചിഫോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. റെഞ്ചിഫോ ട്രൈസ് ടു swim towards the raft but struggle against the waves. റെഞ്ചിഫോ അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ തിരമാല അടിച്ചിട്ട് അദ്ദേഹം ബേക്കോട്ട് പോയി പോകണം. Despite the narrator's effort, Rengifo eventually sinks and disappears. പക്ഷേ റെഞ്ചിഫോയെ പിന്നെ കാണുവാനില്ല. പെട്ടെന്ന് മുങ്ങിപ്പോകുന്നു, പിന്നെ കാണുവാനില്ല, ഡിസപ്പിയർഡ് ആകുന്നു. ഫീലിംഗ് alone, ഒറ്റക്കായി തോന്നി. The narrator now alone on the raft. ലാഫിൽ ഒറ്റക്കാണ്. ആക്ച്വലി അവരാരും കിട്ടുന്നില്ല. പക്ഷെ ഹോൾഡ് ഔട്ട് on the hope that someone might reach. ഓറൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് നോക്കുന്നുണ്ട് മറ്റേ കുറെ ഫ്രണ്ട്സിനൊക്കെ. പക്ഷെ അവരൊന്നും വരുന്നില്ല. എല്ലാവരും മുങ്ങി പോകുന്നുണ്ട്. എല്ലാവരും ഡിസപ്പിയർ ആയി പോവാണ്. But no one does. ആരും അവിടെ എന്താക്കുന്നില്ല, ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് റാഫ്റ്റിലേക്ക് എത്താൻ കഴിയുന്നില്ല. Assessing the situation, അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുകയാണ്. He realizes that other life rafts might be out there. 2 കണ്ടിരുന്നു, അതിൽ ഒന്നാ കിട്ടിയത്. അപ്പൊ മറ്റൊരു ലൈഫ് റാഫ്റ്റ് അപ്പൊ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ ആൻഡ് ഹോപ്പ് സം ഓഫ് ദി ഷിപ്പ്മേറ്റ്സ് ഹാവ് സർവൈവ്ഡ് ആൻഡ് ബീൻ റെസ്ക്യൂഡ്. ആരെങ്കിലും ഒക്കെ അതിലും കയറി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു മനുഷ്യനല്ലേ, നല്ല വിശ്വാസമാണ്. ഈ വീഡിയോ നമ്മളിതാ 2 പോയിന്റ് കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യും. സോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതാണ്, കാരണം ഇത്ര 10 പോയിന്റ്സിൽ നിങ്ങൾ സമ്മറിയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, എൻഡ്യൂറിംഗ് ദ സൺ. സൂര്യന്റെ വിഷയം അല്ലേ. സൂര്യനും കൂടെ കത്തി ജ്വലിക്കുകയാണ്. ആസ് ദ സൺ ബീറ്റ്സ് ഡൗൺ ഓൺ ഹിം. സൂര്യൻ കൂടെ അടിച്ച് വീശുന്ന സമയത്ത് ഹി ഫീൽസ് എ പെയിൻ ഫ്രം എ വൂണ്ട് ഓൺ നീസ്. കാൽമുട്ടുമെന്നൊരു വേദന. but the tries to remain calm. കാൽമുട്ടുമേൽ എന്തായിരുന്നു? ഒരു മുറിവുണ്ടായിരുന്നു. പക്ഷെ അവന് വളരെ കാമായിട്ട്, വളരെ റിലാക്സ് ആയി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേക്കിംഗ് ഇൻവെന്ററി. അവൻ എന്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് ജസ്റ്റ് അതെന്താക്കാണ്, ഇൻവെന്ററി ചെയ്തു വെക്കാണ്, കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എലോൺ ഓൺ ദ റാഫ്റ്റ് ദ നരേറ്റർ ചെക്സ് ഹിസ് ബിലോങ്ങിങ്സ്. അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഹിസ് വാച്ച് ഉണ്ട്, ഗോൾഡ് റിംഗ് ഉണ്ട്, മെഡൽ ഉണ്ട്, കീസ് ഉണ്ട്, സം ബിസിനസ് കാർഡ് ഉണ്ട്. അതായത് പിന്നെ മൊബൈൽ എന്ന് പറയുന്ന രാജ്യത്തെ സ്ഥലത്ത് പോയ സമയത്ത് ഉണ്ടായിരുന്ന ബിസിനസ് കാർഡ് ഉണ്ട്. വെൽ വെയിറ്റിംഗ് ഫോർ റെസ്ക്യൂനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതുവരെയാണ് നമ്മുടെ ചാപ്റ്റർ ഉള്ളത്. ഇതിൽ ഓരോ മൊമെന്റും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഈ ഒരു സമ്മറി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലെറ്റർ സാധനം എഴുതാൻ വേണ്ടിയിട്ടും
അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് അപ്പോ അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ് ഒക്കെ ഏത് രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടും. സോ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കയറിയിട്ട് വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. അത് നിങ്ങൾക്ക് എന്താക്കാം, ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രിന്റ് എടുക്കാം, മെറ്റീരിയൽ ആക്കി മാറ്റാം. അത് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമിന്റെ തലേ ദിവസങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലേ, യൂസ്ഫുൾ ആണോ, സൈലത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് മാത്രമല്ല ഇനി നെക്സ്റ്റ് ഇതുപോലെ ഏത് വീഡിയോ ആണ് ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും ഏത് ചാപ്റ്റർ ആണ് വേണ്ടതെന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. അണ്ടിൽ ദെൻ ബൈ. താങ്ക് യു.